ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃത വേഷ ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃത വേഷ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഉദരനിമിത്തം വയറ് നിറയ്ക്കാൻ വേണ്ടി ബഹുകൃത വേഷ പലതരത്തിലുള്ള വേഷം അണിയുകയാണ്. ഈ വേഷം മുഴുവൻ എന്തിനാണ്? ഈ ഉദരനിമിത്തമാണ്, ഉദരത്തിന് വേണ്ടിയാണ്, വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ്. വയറെന്ന് പറയുന്നത് വലിയ പടുകുഴിയാണ്, എത്ര നിറച്ചാലും അറിയാത്തതാണ്, സാധാരണ പറയാറുണ്ട്. ജാമാത ജഠരോ ജായ ജാതവേദ ജലാശയ പൂരിതശ്ചന പൂജ്യന്തേ യകാര പഞ്ചദുർഭരാഹ. 5 ജായിൽ തുടങ്ങുന്ന വാക്കുകൾ, ആ വസ്തുക്കൾ ദുർഭരങ്ങൾ നമുക്ക് ഭരിക്കാൻ നിറയ്ക്കാനാവില്ലാത്തതാണ്. ഒന്ന് ജാമാത. ജാമാത എന്ന് വെച്ചാൽ മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവിനെ പ്രീതിപ്പെടുത്താൻ വളരെ പ്രയാസമാണെന്നാണ് പറയുന്നത്. അത് അനുഭവക്കാർ പറഞ്ഞത്, എനിക്കതിനെക്കുറിച്ചുള്ള എന്നെ സംബന്ധിച്ച് അഭിപ്രായമില്ല. ഏതായാലും ജാമാത. ജാമാത ദശമോഗ്രഹ എന്നുവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിത്യം കന്യാരാശിസ്ഥിത സദാ വക്ര സദാ ക്രൂര എന്നാണ് ജാമാതാവിനെക്കുറിച്ച് പറയുന്നത്. അത് 10ാമത്തെ ഗ്രഹമാണ്. സാധാരണ 9 ഗ്രഹങ്ങളാണ് പ്രസിദ്ധം, നവഗ്രഹങ്ങൾ. പക്ഷേ ഇയാൾ 10ാമത്തെ ഗ്രഹമാണ്. പക്ഷേ അയാൾ നിൽക്കുന്നത് എപ്പോഴും കന്യാരാശിയിലാണ്, കന്യ എന്നുള്ള കൂറിലാണ് നിൽക്കുന്നത്. അതുപോലെ എപ്പോഴും വക്രനാണ്, എപ്പോഴും ക്രൂരനാണ് എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും അപ്പോൾ ജാമാത. പിന്നെ ജഠരം, വയറ് നിറയ്ക്കാൻ നിറയാത്ത, എത്ര കൊടുത്താലും മതിയാവില്ല. അതുപോലെ ജാമാജഠോ ജായ, ഭാര്യയും അത് തന്നെ. പിന്നെ ജാതവേദ, അഗ്നി, എത്ര ഇട്ടാലും ഭക്ഷിച്ചോളും. പിന്നെ ജലാശയം. ഈ 5 എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ പശ്ചാത്തലം ഇവിടെ പറഞ്ഞത് ഉദരനിമിത്തം എന്നാണ്. ഈ വേഷങ്ങൾ, പലതരത്തിലുള്ള വേഷങ്ങൾ കെട്ടുന്നത് എന്തിനു വേണം? ഉദരത്തിന് വേണ്ടി, വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ്. അത് തൻ്റെ വയറ് മാത്രമല്ല, തൻ്റെ കൂട്ടുകാരുടെ പേരൊക്കെ ആയിരിക്കും. ഏതായാലും വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് ഈ പണം. അതിന് വേണം ഈ വേഷം കിട്ടുക, പലതരത്തിൽ വേഷം കിട്ടും. ആണ് ഉദരകൃത്തം ബഹുകൃത വേഷ. എങ്ങനെയാണ്? ജടില, ചിലപ്പോൾ ജട പിടിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. സാധാരണ സിനിമയിൽ വേഷങ്ങൾ കിട്ടുന്ന പോലെയാണ്, ജട ധരിച്ചുകൊണ്ട്. ചിലപ്പോൾ മുണ്ടിത, മുണ്ടി, തല മുഴുവൻ മുട്ടയടിച്ചിരിക്കും. സാധാരണ തിരുപ്പതിയിൽ പോയി വരുന്നവരെ പോലെ മുട്ടയടിച്ചിരിക്കും. ലുഞ്ചിത കേശ, അത് ജൈനന്മാരുടെ, ദിഗംബര ജൈനന്മാർ, ശ്വേതാംബര ജൈനന്മാരുടെ സ്വഭാവമാണ്. അവരെ തലമുടി ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അത് നമ്മളെ പോലെ ഷെയ്യുന്ന കത്തി കൊണ്ട് ഉപയോഗിച്ചല്ല, ലേശം കേശങ്ങൾ ലുഞ്ചനം ചെയ്യുക, പറിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അത് ജൈനന്മാരെ ഉദ്ദേശിച്ച് പറയാതെ ലുഞ്ചിത കേശ, ലുഞ്ചിതമായ പറിച്ചെടുക്കപ്പെട്ടതായ കേശത്തോട് തലമുടി കൂടിയതാണ്. പിന്നെ ഇങ്ങനെ കാഷായ അമ്പര ബഹുകൃത വേഷ, കാഷായം ധരിച്ച് പലതരത്തിലുള്ള വേഷങ്ങൾ. ഇനി അത് കഴിഞ്ഞാലോ ഇവൻ്റെ സ്വഭാവം എന്താ? അവൻ എന്തെങ്കിലും അറിവുള്ളവനാണോ എന്ന് ചോദിച്ചാൽ പശ്യന്നപി ന പശ്യതി മൂഢ, അവൻ മൂഢനാണ്. കണ്ടാലും കാണുന്നില്ല.
എന്താ കണ്ടാലും കാണുന്നില്ല പറഞ്ഞാൽ കണ്ടാലും അവന് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാനാവില്ല. ഒരു വസ്തുവിനെ കണ്ടു, ആ വസ്തുവിനെയാണ് നമുക്കറിയാൻ ഇങ്ങനെ തരത്തിലുള്ളത്. അവനെന്തോ ഒന്ന് കണ്ടു എന്നല്ലാതെ അത് വേണ്ട വിധത്തിലൊന്നും കാണുന്നവനല്ല. അതാണ് പശ്യന്നതി. കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെയും ന പശ്യതി, കൊണ്ടാലും അറിയില്ല നാം പറയാറുണ്ടല്ലോ. അതുപോലെയാണ് അവൻ കണ്ടാലും അവനെ കാണുന്നില്ല. കണ്ടാലും ഒരു വസ്തുവിനെയും വേണ്ട വിധത്തിൽ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല ആ മൂഢന്. അവൻ വേഷമണിഞ്ഞ് ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഒരു സന്യാസിക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണവുമില്ല. അവന് ആളുകളെ പറ്റിക്കാൻ വേണ്ടി, അതാണ് ഉദരനിമിത്തം ബഹുള വേഷ. ഉദരത്തിന് വേണ്ടി, വേറെ വയറ്റുവിഴപ്പിന് വേണ്ടി, വയറ്റെന്ന് വെച്ചാൽ തൻ്റെ വയറെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, തൻ്റെയും തൻ്റെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും വയറാണ്. ഈ അടുത്ത കാലത്ത് ഉള്ള സംഭവങ്ങൾ, പത്രങ്ങളിലെ സംഭവം മുഴുവൻ ഇതാണ് കാണുന്നത്. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പണങ്ങൾ ഇതാക്കുക, സ്വത്തുക്കൾ കൂട്ടുക, ഇതൊക്കെ ഈ സന്യാസി വേഷത്തിൽ ചെയ്യും. അപ്പോൾ പണം സന്യാസിമാർക്ക് പണം കൊണ്ടു കൊടുക്കും. ആളുകൾ എപ്പോഴും സന്യാസിമാരെ പൂജിക്കുന്നവരാണ്. സന്യാസിമാരുടെ പാദങ്ങളിൽ അർപ്പിച്ച് അതവർ ഈ തരത്തിൽ വിനിയോഗിക്കുക. അപ്പോൾ ഈ നിലയിൽ ജടിലനായി ചിലപ്പോൾ ജടാധാരിയായിട്ട് നടക്കും, ചിലപ്പോൾ തലമുണ്ടനം കൊണ്ട് ഇത് നടക്കും, ചിലപ്പോൾ സന്യാസിമാരെ പോലെ തല പറിച്ചെടുത്തുകൊണ്ട് നടക്കും. അങ്ങനെ കാഷായ വസ്ത്രത്തിൽ പലതരത്തിലുള്ള വേഷങ്ങൾ. ചിലപ്പോൾ ഒറ്റ വസ്ത്രത്തിലായിരിക്കും, ചിലപ്പോൾ ഷർട്ടിട്ടവരായിരിക്കും, ചിലപ്പോൾ നീണ്ട കുപ്പായം ധരിച്ചവരായിരിക്കും. അങ്ങനെ പല വേഷങ്ങളിലായിട്ട്. അതുകൊണ്ട് മൂഢ, നീ ഇങ്ങനെയുള്ള വേഷം കെട്ടി ആളുകളെ കളിപ്പിക്കാൻ നടക്കാതെ നീ ശരിയായിട്ട് ഭഗവാനെ ഭജിച്ച് നീ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് മോക്ഷത്തെ നേടാൻ ശ്രമിക്കൂ.